കോൺഗ്രസിനെ നയിച്ച നേതാവാണ് AK ആന്റണി. മുഖ്യമന്ത്രിയായും കേന്ദ്ര പ്രതിരോധ മന്ത്രിയായും തിളങ്ങിയ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ വിശ്രമത്തിലാണ്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം കോൺഗ്രസിന്റെ തലയുയർന്ന നേതാക്കളിൽ ഒരാളാണ്. തന്റെ രാഷ്ട്രീയ വിശ്രമ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾക്കാണ് അദ്ദേഹം സാക്ഷ്യം വഹിച്ചത്. തന്റെ ഇളയ മകൻ BJPയിൽ പോയപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു AK ആന്റണി ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ട്. ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല തന്റെ കുടുംബത്തിൽ നിന്നും, അതും പ്രിയപ്പെട്ട മകൻ, BJPയിൽ പോകുമെന്ന്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടായിരുന്നു അനിൽ ആന്റണിയുടെ BJP പ്രവേശനം. അനിലിന്റെ മികവൊന്നും ആയിരുന്നില്ല BJPയുടെ ലക്ഷ്യം. മറിച്ച് AK ആന്റണിയുടെ മകൻ എന്ന പ്രിവിലേജ് BJP ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് നേതാക്കളുടെ ഒഴുക്കുണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു അനിൽ ആന്റണിയുടെ BJP പ്രവേശനം. സാക്ഷാൽ AK ആന്റണിക്ക് ഉമ്മൻചാണ്ടിയെ പോലെ തന്റെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അനിൽ ആന്റണിയെ പാർട്ടിയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെല്ലിന്റെ തലപ്പത്തിലേക്ക് അവരോധിച്ചത്. മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ, ശശി തരൂർ എന്നിവരുടെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു. 2018 സെപ്റ്റംബറിൽ മുല്ലപ്പള്ളി കോൺഗ്രസിന്റെ അമരത്തേക്ക് വരുമ്പോൾ IT മീഡിയ സെൽ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് നിർജീവമായിരുന്നു. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ രംഗത്ത് പയറ്റിത്തെളിഞ്ഞ അനിൽ ആന്റണിക്ക് കീഴിൽ സെല്ലിനെ പുനർജീവിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനത്തിന് മുല്ലപ്പള്ളി പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു. അനിൽ ആന്റണി മോദിയെ സ്തുതിച്ച് BJPക്കൊപ്പം പോയപ്പോൾ പഴി മുഴുവൻ കേട്ടത് മുല്ലപ്പള്ളിയായിരുന്നു. BJP ആകട്ടെ ആന്റണിയുടെ മകനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുക വരെ ഉണ്ടായി. പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ വോട്ടുകളിലായിരുന്നു BJPയുടെ കണ്ണ്. എന്നാൽ K സുരേന്ദ്രന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പോലും ഇക്കുറി അനിൽ ആന്റണിക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ 2,97,396 വോട്ടാണ് നേടിയതെങ്കിൽ അനിൽ ആന്റണിക്ക് ഇത്തവണ 2,34,406 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ PC ജോർജ് ആദ്യം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അനിൽ ആന്റണിയെ BJP സ്ഥാനാർത്ഥിയാക്കിയത് ജോർജിന്റെ പ്രതീക്ഷകൾ തകർത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമെത്തി അനിൽ ആന്റണിക്കായി പ്രചരണം കൊഴുപ്പിച്ചുവെങ്കിലും വിജയിക്കുവാനോ വോട്ടുകൾ കൂടുതൽ നേടുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മോദി പ്രചരണത്തിനെത്തിയതിന് പിന്നാലെ വിജയമുറപ്പിച്ച നിലയിലുള്ള അനിൽ ആന്റണിയുടെ പ്രതികരണങ്ങളും തിരിച്ചടിയായി. അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തിന് പിന്നാലെയായിരുന്നു കർണാടക തെരഞ്ഞെടുപ്പ് നടന്നത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അനിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയ BBC-യുടെ ഡോക്യുമെന്ററി വിവാദത്തിൽ BJPയെ പിന്തുണച്ചതിന് പിന്നാലെയായിരുന്നു അനിൽ ആന്റണിയുടെ BJP പ്രവേശനം. അധികം വൈകാതെ AICC സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൽ ദേശീയ കോർഡിനേറ്റർ പദവി രാജിവെച്ചു. പിന്നാലെ ഇക്കഴിഞ്ഞ വർഷം ഏപ്രിൽ 6-ന് BJP ദേശീയ ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നാണ് അനിൽ BJP അംഗത്വം സ്വീകരിച്ചത്. BJPയിൽ പ്രവേശിച്ചിട്ട് കൃത്യം 1 വർഷം കഴിയുമ്പോൾ ഏറെക്കുറെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ കറിവേപ്പില പോലെയായി മാറിയിരിക്കുകയാണ്. ഒട്ടും പക്വതയില്ലാതെ കാര്യങ്ങളെ സമീപിക്കുന്നു. യാതൊരു നേതൃപാടവവും ഇല്ലാതെ ഒരാളെന്ന പേര് BJPക്കുള്ളിലും അനിലിന് ലഭിച്ചിട്ടുണ്ട്. വഴിയെ പോയ വയ്യാവേലി എടുത്ത പാർട്ടിക്കുള്ളിൽ വെച്ചെന്ന വിമർശനവും അനിലിനെ ക്ഷണിച്ചവർക്കെതിരെ BJP നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. അതേസമയം അനിലിന്റെ BJP പ്രവേശനത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഏറെക്കുറെ ഹാപ്പിയാണ്. മാത്രവുമല്ല, യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ആളുകളെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉന്നത സ്ഥാനങ്ങളിൽ അവരോധിക്കുവാൻ ശ്രമിക്കുന്നവർക്കും അനിൽ ആന്റണി ഒരു താക്കീതായി മാറുകയും ചെയ്തിട്ടുണ്ട്.